ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ഇന്നത്തെ കാർഡ്സ് നമുക്ക് എന്താ പറയുന്നത് നോക്കാം. ജസ്റ്റ് ജനറലായിട്ട് കാർഡ്സ് ഇന്ന് നിങ്ങൾക്ക് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. സി സ്റ്റാർ, 6 of Pentacles ആൻഡ് King of Pentacles. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കുന്നതായിട്ടാണ് കാണുന്നത് എനിക്ക്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം വരുന്ന പോലെയാണ്. വിഷ് ഫുൾഫിൽമെൻ്റ് എന്ന രീതിക്കുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ വരിക പെട്ടെന്ന്, ചിലപ്പോൾ അങ്ങനെയാവാം. ഓക്കെ, നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ തോന്നുക, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുക, ആൻഡ് ഒരു ഹീലിംഗ് വരുന്ന രീതിക്കും എടുക്കാം നമുക്ക്. ഓക്കെ, അതായത് നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ഇവിടെ ഒരു സ്ട്രെസ്സിൻ്റെ കണ്ടു. സോ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹീലിംഗ് എനർജി ഫീൽ ചെയ്യുന്ന പോലെ, ഓക്കെ, ഒരു കുറച്ചുകൂടി സമാധാനമായിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് വരുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. 6 of Pentacles ഉണ്ട്. സോ ഇവിടെ നിങ്ങൾ നമ്മൾ എന്തെങ്കിലും ചെയ്ത കാര്യങ്ങൾ, ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങൾ അതിൻ്റെ ഒരു റിസൾട്ട്, അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തു, അത് തിരിച്ച് കിട്ടാം. അത് എന്ത് കൊടുത്താലും ശരി, പണം കൊടുത്താൽ പണം, അല്ലെങ്കിൽ നമ്മൾ കെയർ, നമ്മുടെ സമയം, എന്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, അത് നിങ്ങൾക്ക് തിരിച്ച് വരുന്നതായിട്ട്, നിങ്ങൾ കൊടുത്ത അതേപോലെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്ന രീതിക്കാണ് കാണുന്നത്. യൂണിവേഴ്സ് തരുന്നതാണ് മെയിൻലി. ഓക്കെ, നിങ്ങളായിട്ട് യെസ് ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഓഫ് കോഴ്സ്, പക്ഷേ അത് യൂണിവേഴ്സ് നമ്മളോട് പറയില്ലേ, നിങ്ങൾ എന്ത് അങ്ങോട്ട് ചെയ്യുന്നു അതിന് തിരിച്ച് ഒരു നല്ല ബലം, നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് വരും എന്ന് പറയും. സോ അതുപോലെയാണ് ഇവിടെ. സോ ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു അഡ്വൈസായിട്ട് പറയാം, നിങ്ങൾക്ക് കുറച്ച് ചാരിറ്റി വർക്കൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതിപ്പോൾ പൈസയായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല, പണമായിട്ട് നമ്മൾ കൊടുക്കണം എന്നില്ല. നിങ്ങളുടെ സമയം, ഓക്കെ, നിങ്ങളുടെ കെയർ, നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെറിയ സഹായങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, നമ്മുടെ കർമ്മ ക്ലിയർ ചെയ്യാനൊക്കെ അത് നല്ലതാണ്. സോ ദാനധർമ്മങ്ങൾ എന്തെങ്കിലും പറ്റുന്നത്ര ചെറിയ ഒരു കാര്യമായാലും ശരി, ഓക്കെ, ഒരു നേരത്തെ ഒരു ഭക്ഷണമായാലും ശരി, ആർക്കെങ്കിലും, ഓക്കെ, അങ്ങനെ വല്ലതൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും. കാരണം നിങ്ങളുടെ കർമ്മ ക്ലിയർ ആയിട്ട് വരുന്ന പോലെയാണ്, നിങ്ങൾ അർഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ചും ഇതൊരു ജോലി, കരിയർ, ഫൈനാൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആവുന്ന രീതിക്ക്, ഓക്കെ, ഫൈനാൻഷ്യലി നിങ്ങൾ കുറച്ചുകൂടി സെക്യൂർ ആവുന്ന രീതി കാണുന്നുണ്ട്. അഗൈൻ ഇതും ഫൈനാൻസിൻ്റെ ആയിരുന്നു, ഇതും ഉണ്ട്. സോ എവിടെയോ മേ ബി ജോലിയിൽ നിങ്ങൾക്കൊരു സ്ഥാനക്കയറ്റം, പ്രൊമോഷൻ, അല്ലെങ്കിൽ സാലറി ഇൻക്രിമെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ബെറ്റർ ജോലി കിട്ടുക, അങ്ങനത്തെ കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങൾ അപ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നല്ലൊരു ജോലി നിങ്ങൾക്ക് വേറെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇവിടെ നിങ്ങൾ സക്സസ്ഫുൾ ആവുന്ന രീതിക്കാണ് കാണുന്നത്, പ്രത്യേകിച്ച് ഫൈനാൻഷ്യലി, അല്ലെങ്കിൽ ഈവൻ ഹെൽത്ത് വൈസും ആയിരിക്കാം. ഞാൻ ഹീലിംഗ് പറഞ്ഞതുകൊണ്ട് ഹെൽത്ത് വൈസ് നിങ്ങൾ കുറച്ചുകൂടി ഓക്കെ ആവും. നിങ്ങൾ അങ്ങോട്ട് ഹെൽത്തിനെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഹെൽത്ത് ബെറ്റർ ആവുന്ന രീതി കാണുന്നത്. നിങ്ങൾക്കൊരു ഫൈനാൻഷ്യലി, അതായത് കാര്യങ്ങളെല്ലാം നടക്കുന്ന രീതിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് സാധിക്കും, എല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇനഫ് ഉണ്ടാവും എന്നാണ്. ആൻഡ് ഇവിടെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം പറയുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾ സ്ട്രെസ്സൊക്കെ ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് നിങ്ങൾ എന്താ പറയുക, ധൈര്യം വയ്ക്കാം. ഓക്കെ, ധൈര്യം വെച്ചിരിക്കുക. എന്ത് പ്രശ്നങ്ങൾ, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിനെ ഫേസ് ചെയ്യാൻ, ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് കഴിവുണ്ട് എന്ന് വിശ്വസിക്കുക, നിങ്ങൾക്ക് സാധിക്കും എന്ന് വിശ്വസിക്കുക. ആൻഡ് യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ടുണ്ട്, അതുകൊണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ മറ്റുള്ളവരോടും, ഓക്കെ, നിങ്ങളെ എല്ലാവരോടും നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറുക. ആൻഡ് അതും ഇവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞു. മേ ബി ചാരിറ്റി വർക്കിൻ്റെ കാര്യം ഇവിടെ 1-2 തവണ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യരുത്. എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാതെ, ഐ തിങ്ക് നിങ്ങൾ ഓൾറെഡി ശ്രമിക്കുന്നുണ്ട്. ആൻഡ് അതിന് നിങ്ങൾക്ക് റിസൾട്ട് വരും ചെയ്യും. സോ ഡോണ്ട് വറി. ഓക്കെ, യൂണിവേഴ്സ് അതാണ് പറയുന്നത്, ഇന്ന് മെയിനായിട്ട് പറയുന്നത്. നിങ്ങൾ എന്ത് ആഗ്രഹമാണോ അത് നിങ്ങൾക്ക് നടക്കും. ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും. ഓക്കെ, നിങ്ങളുടെ ഒരു ഡ്രീം, നിങ്ങളൊരു വിഷ് നടക്കുന്നതായിട്ട്. ആൻഡ് ഇവിടെ പ്രത്യേകിച്ചും എനിക്ക് ഫൈനാൻഷ്യലി ആണ് കാണുന്നത്. ഓക്കെ, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പണം കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. മേ ബി അത് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് തരുന്നതായിരിക്കാം. ഓക്കെ, ചെറിയ റീഡിങ് ആക്കുകയാണെന്ന് കൂടുതൽ. പ്രാക്ടീസ് മെഡിറ്റേഷൻ, വെൽക്കം ചേഞ്ച് ആൻഡ് ഫോസ്റ്റർ ക്രിയേറ്റിവിറ്റി. ഓക്കെ, ചൂസ് ഫർഗിവ്നെസ് അഗൈൻ. ഓക്കെ, ഇവിടെ എവിടെയോ നിങ്ങളോട്, മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാൻ പറയുന്നുണ്ട്. ഓക്കെ, ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും, ഓക്കെ, അതും നിങ്ങൾ അവരെയൊക്കെ ഒന്ന് മാപ്പ് കൊടുക്കുക. മാപ്പ് കൊടുത്ത് അവരെ തിരിച്ച് സ്വീകരിക്കണം എന്നൊരു നിർബന്ധമില്ല, ഇതിൽ അങ്ങനെ കാണിക്കുന്നുണ്ട്. ബട്ട് ഓക്കെ, വേദനിപ്പിച്ചവരെ തിരിച്ച് സ്വീകരിക്കണം എന്നല്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് അവരെ മനസ്സുകൊണ്ട് നിങ്ങൾ മാപ്പ് കൊടുത്ത് വിട്ടേക്കുക. അതൊക്കെ കർമ്മ ക്ലിയർ ആക്കും നമ്മളുടെ, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആൻഡ് ഇവിടെ പ്രാക്ടീസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് കുറച്ച് പേരോട് നിങ്ങളോട് പറയുന്നുണ്ട്. ഹീലിംഗ് വരാനായിരിക്കാം. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി പീസ്ഫുള്ളായിട്ട് സമാധാനമായിട്ട് ഫീൽ ചെയ്യാനായിരിക്കും നിങ്ങളോട് പറയുന്നുണ്ട്. മെഡിറ്റേഷൻ ചെയ്യൂ. ഓക്കെ, ശാന്തമായിട്ട് ഇരിക്കാൻ ശ്രമിക്കൂ. ശാന്തമായിട്ട് നമ്മൾ ഇരിക്കുമ്പോഴാണ് നമുക്ക് നേരിടാനും എന്തും നമുക്ക് ചെയ്യാനും സാധിക്കുക. ഓക്കെ, സോ അതിനുവേണ്ടി മെഡിറ്റേഷൻസ് ഒക്കെ ട്രൈ ചെയ്യാം. വെൽക്കം ചേഞ്ച് എന്ന് പറയുന്നത് മാറ്റങ്ങൾ വരും തീർച്ചയായിട്ടും. ഓക്കെ, ചേഞ്ചസ് ലൈഫിൽ വരും. ഇത് ഇപ്പോൾ ഉള്ള സ്ഥിതി എന്ത് തന്നെയായാലും അതിലൊരു മാറ്റം വരും. അതിനെ സ്വീകരിക്കാൻ തയ്യാറാവൂ എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, എന്ത് മാറ്റങ്ങൾ വന്നാലും
ഓക്കെ, സി അപ്പ് ആൻഡ് ഡൗൺ വന്നുകൊണ്ടിരിക്കും അല്ലേ. അതെല്ലാം മാറ്റത്തിൽ പെടും, നല്ലതും പെടും മോശം പെടും. സോ എന്ത് വന്നാലും നിങ്ങൾ നേരിടാൻ നിങ്ങൾ തയ്യാറാവുക, എന്ത് വന്നാലും സ്വീകരിക്കാൻ തയ്യാറാവുക. നെഗറ്റീവ് ടൈം വരുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ലെസൺസ് ആണ്. പോസിറ്റീവ് സമയമാണെങ്കിൽ നമ്മളത് ബ്ലെസ്സിങ് ആയിട്ട് കണക്കാക്കിയിട്ട് നന്ദി പറയുക ദൈവത്തിനോട്. ഓക്കെ, നെഗറ്റീവായിട്ടുള്ള സമയങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കാനും എന്തിനും നമ്മൾ അതിനും നന്ദി പറയണം ദൈവത്തിനോട്. ഓക്കെ, സോ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് വെക്കുക മനസ്സിൽ. ഫസ്റ്റ് ക്രിയേറ്റിവിറ്റി എന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ഐഡിയാസ് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് നല്ലോണം ചിന്തിക്കൂ. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്ക് വഴികൾ കിട്ടും. നിങ്ങൾ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഐഡിയാസ് വരണം. നമ്മൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മെയിനായിട്ട് എപ്പോഴും എല്ലാവരും പ്രശ്നം എന്താ വരുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ ടെൻഷനാണ് ആദ്യം കയറി വരിക. എനിക്ക് ടെൻഷൻ കയറി വരും, സ്ട്രെസ് കയറി വരും, ഉടനെ പിന്നെ നമ്മുടെ മൈൻഡ് അവിടെ വർക്ക് ചെയ്യില്ല. ഓക്കെ, അതിനാണ് ഈ ശാന്തമായിട്ടിരിക്കാൻ പറയുന്നത്. സോ മെഡിറ്റേഷനൊക്കെ ചെയ്ത് നിങ്ങൾ ശാന്തമായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മൈൻഡ് വർക്ക് ചെയ്യും, നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യും. ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് തോന്നും ഓക്കെ നമ്മൾ ഈ സ്ട്രെസ് ആവും, ടെൻഷൻ ആവും, പക്ഷെ അതൊരു മിനിറ്റിന് മാത്രമായിരിക്കും. അത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ശരി പോട്ടെ എന്തായാലും വന്നു, ഓക്കെ അത് നമുക്ക് ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ട്രൈ ചെയ്താലോ എന്ന്. ഇതും ഒരു ക്രിയേറ്റിവിറ്റിയാണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ വെറും ആർട്ടിസ്റ്റും ഇതും മാത്രമല്ല, നിങ്ങൾ മനസ്സിൽ വരുന്ന ഐഡിയാസ്, നിങ്ങളുടെ ചിന്തകൾ, അതുമൊക്കെ ക്രിയേറ്റീവ് കാര്യങ്ങളാണ്. സോ ഇവിടെ എനിവേ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനത്തെ ആർട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതുമൊക്കെ നിങ്ങളെ ആക്ച്വലി ശാന്തമാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളെ ഐഡിയാസൊക്കെ ഇങ്ങനെ നിങ്ങൾ എന്തെങ്കിലും വരയ്ക്കുക, പാട്ട് പാടുക, അങ്ങനത്തെ കഴിവൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കൂ. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, കുറേ നിങ്ങളെ ടെൻഷൻസും കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് റിലീവ് ചെയ്യും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജ്. നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി വരുന്നുണ്ട്. സോ ജസ്റ്റ് ആദ്യം ശാന്തമായിട്ടിരിക്കുക, ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് മെസ്സേജ്. ഓക്കെ, എല്ലാം ശരിയാവും എന്നൊരു ഹോപ്പ് വയ്ക്കാം. ഓക്കെ, നമുക്ക് നല്ലൊരു ദിവസമായിട്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.